ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പവിത്രത്തിൻ്റെ നാളത്തെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളത്തെ പ്രമോയിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ വിക്രത്തിനെതിരെ കള്ളക്കേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വേദയുടെ അച്ഛൻ പോലീസുകാരനും കൂടി ഒത്തുചേർന്നിട്ട് നമ്മുടെ വിക്രത്തിനെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയേക്കാണ് കേട്ടോ. അപ്പോൾ പോലീസുകാർ നേരെ ചെല്ലുകയാണ് നമ്മുടെ വേദയുടെയും വിക്രത്തിൻ്റെയൊക്കെ വീട്ടിലേക്ക്, മാഷിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. മാഷിൻ്റെ വീട്ടിലേക്ക് ചെല്ലും പോലീസുകാർ ചെന്ന് അകത്തുനിന്ന് നമ്മുടെ വിക്രത്തിനെ വലിച്ചഴച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിക്രത്തിൻ്റെ അമ്മ ഓടി വരുന്നുണ്ട്. അയ്യോ, എൻ്റെ മോനെ കൊണ്ടുപോലെ, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയും ചേച്ചിയൊക്കെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ മാഷാണെങ്കിൽ എല്ലാം കണ്ടിങ്ങനെ നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഇപ്പോൾ പോലീസുകാരും കൂടിയാണ് ഈ വീട്ടിൽ കയറേണ്ടതുണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാം തികഞ്ഞു എന്നുള്ള രീതിയിൽ മാഷ് ഇങ്ങനെ നിശ്ചലമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് വിക്രത്തിനെ വലിച്ചഴച്ച് കൊണ്ടുവരുമ്പോൾ നമ്മുടെ വേദ പോലീസുകാരുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. എന്താണ് എൻ്റെ ഭർത്താവ് ചെയ്ത തെറ്റ്, എന്തിനാണ് എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോകണമെന്നൊക്കെ നമ്മുടെ വേദ പോലീസുകാരോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പോലീസുകാർ മറുപടി പറയണതിന് മുന്നേ നമ്മുടെ വിക്രം വേദയോട് പറയാണ്, ഇതിനെല്ലാം കാരണം നീ ഒറ്റൊരുത്തിയാണ്. നീ എൻ്റെ കൂടെ എന്ന് കൂടിയോ അന്ന് തുടങ്ങി എൻ്റെ കഷ്ടകാലം. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെ ഇട്ടിട്ട് പോവാൻ, നീ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇതിനെല്ലാം നീ കണക്ക് പറയേണ്ട വരുമെന്നൊക്കെ പറഞ്ഞ് വേദയുടെ അടുത്തുനിന്ന് വിക്രം ജീപ്പിൽ കയറി പോവുകയാണ് കേട്ടോ. വീട്ടിലാകെ കരച്ചിലും പിഴിച്ചിലൊക്കെ ആയി. അപ്പോൾ നമ്മുടെ മാഷ് പറയുന്നുണ്ട് വേദയോട്, നിങ്ങളൊക്കെ ആരെ തോൽപ്പിക്കാൻ നിൽക്കുന്നത്? അയാൾ നമ്മുടെ ജഡ്ജി അദ്ദേഹത്തിനെയാണോ നിങ്ങളൊക്കെ കൂടിയിട്ട് വെല്ലുവിളിക്കാൻ ഉദ്ദേശിക്കുന്നത്? അയാളെ തോൽപ്പിച്ചുകൊണ്ടും നമുക്കിവിടെ ജീവിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ വേദയോടായിട്ട് മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടിയിട്ട് നിന്ന് പറയുകയാണ് കേട്ടോ. ജഡ്ജി അദ്ദേഹത്തിനെ വെറുപ്പിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല, അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണെന്നൊക്കെ പറയുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കമലം ഇരുന്ന് കരയാണ്. കമലം കരയുമ്പോൾ നമ്മുടെ വേദ വന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അമ്മയുടെ മോനെ ഞാൻ ഇറക്കിക്കൊണ്ടുവരും. എന്ത് കൊടുക്കേണ്ട വന്നാലും ഞാൻ കൊടുത്ത് അമ്മയുടെ മോനെ ഇറക്കിക്കൊണ്ടുവരും. ഞാനിത് അമ്മയ്ക്ക് തരുന്ന വാക്കാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ വേദ നേരെ ഇറങ്ങുകയാണ്, സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. നമ്മുടെ സ്റ്റേഷനിലേക്ക് പോകാൻ ഇറങ്ങുന്ന വഴിക്കാണ് നമ്മുടെ ജഡ്ജിയും അദ്ദേഹത്തിൻ്റെ മകനും കൂടി കാറിൽ വരികയാണ്. അപ്പോൾ അവരുടെ കാറ് തടഞ്ഞു നിർത്തിയിട്ടുണ്ട് വേദ. അപ്പോൾ എന്തായിരിക്കും പറയാൻ പോകണമെന്ന് നമുക്ക് കാത്തിരുന്നതിനെ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കല്ല കേട്ടോ.